ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തനിക്കൊരു മുത്തശ്ശി വേണമെന്നും അതുപോലെ അപ്പച്ചി, വല്യമ്മാവൻ, അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് ഫാമിലിയിൽ വേണമെന്നുള്ള ആഗ്രഹമൊക്കെ അച്ചുവേട്ടൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ ഭൂമി പറയും. അത് കേട്ടപ്പോൾ അച്ചുവേട്ടൻ്റെ ചങ്കൊന്ന് പെടഞ്ഞു. അപ്പോഴേക്കും അമ്മ, നീ വന്നോ? അച്ഛൻ്റെ നിന്നെ പറ്റിച്ചിട്ട് ആദ്യം അങ്ങ് പോകുന്നെന്ന് പറഞ്ഞു. മോൾക്ക് ചായ വേണമെന്ന് ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതെ, ഞാൻ ആ സൗഭാഗ്യപുരത്ത് ചെന്നപ്പോഴേ എൻ്റെ തലച്ചോറിൽ എന്തോ ഒരു റിയാക്ഷൻ ഉണ്ടായെന്ന് ഭൂമി പറയുക. ആ വീട് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെയെന്ന് നമ്മുടെ ഭൂമി അങ്ങ് പറഞ്ഞു. അപ്പോഴത്തേക്ക് അച്ചുവേട്ടൻ്റെ ഉള്ളൊന്ന് പെടഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ അമ്മയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ നോക്കുക. അതെന്തായിരിക്കും അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ, അത് മക്കള് സ്വപ്നത്തിൽ അങ്ങനെ ഏതെങ്കിലും വീട് കണ്ടിട്ടുണ്ടാവും, അതായിരിക്കുമെന്ന് അമ്മ അന്നേരം പറഞ്ഞു. ആവാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാനവിടെ കുഞ്ഞിലെ കളിച്ച് നടന്നതുപോലെയൊക്കെ എനിക്ക് തോന്നിയത് എന്ന് ഭൂമി പറയുക. അപ്പോഴും ഭയങ്കര ടെൻഷൻ അച്ചുവേട്ടന്. ഓരോരോ മണ്ടൻ തോന്നലുകൾ. എന്തായാലും നമ്മുടെ പായസത്തിന് നല്ല ഡിമാൻഡായിരുന്നു എന്ന് ഭൂമി. ഇനിയിപ്പോൾ ഓർഡർ കിട്ടിയ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയച്ചാൽ മതിയെന്ന് പറഞ്ഞു. ആവട്ടെ, അച്ഛൻ പറയുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. ഫ്രഷായ എന്തെങ്കിലും വന്ന് കഴിക്കാം മോൾത്താ ഒന്നും പറഞ്ഞാൽ സാധനവും മേടിച്ചുകൊണ്ട് അങ്ങ് കയറി പോയിട്ടോ അമ്മ. അപ്പോഴും അച്ചുവേട്ടൻ ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുക. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെന്നു ഭൂമി. അച്ഛാ, അത്രയും യാത്ര ചെയ്തതല്ലേ, അവിടെ കുറേ സമയം നിൽക്കുകയൊക്കെ ചെയ്തതല്ലേ, എന്തെങ്കിലും ക്ഷീണം അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലെന്നേ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ടെന്നും ചില സമയത്തെ കാഴ്ചക്കുറവ് പോലെയൊക്കെ തോന്നണുണ്ടെന്നൊക്കെ അച്ഛൻ പറയുക. അപ്പോൾ മോള് പോയി ഫ്രഷായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മോളെ പറഞ്ഞു വിട്ടു. അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കും. അപ്പോഴത്തേക്കും ഭൂമി ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയം കൊണ്ട് അവിടെ അച്യുതൻ എന്നും പറഞ്ഞ് ഒരാൾ വെകിളി പിടിച്ച് സൗഭാഗ്യപുരത്ത് നടക്കുകയാണ്. വേറെ ആരുമല്ല, ഭവാനി. അവൻ എന്നെ കബളിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ ഈ ഭൂമിയിൽ അവസാനിച്ചു എന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞാൽ ആരെയോ ഫോൺ എടുത്ത് വിളിക്കുവാണ്. അയാളെ ഫോണിൽ വിളിച്ചിട്ട് അച്യുതൻ നമ്മളെ കബളിപ്പിക്കുകയാണെന്നും പിന്നെ അയാൾ ഇന്നും സൗഭാഗ്യപുരത്തുണ്ടായിരുന്നെന്നും അയാളെ ഒന്ന് നോട്ട് ചെയ്യണമെന്നും പറയാം. നമ്മൾ മാറി നിന്ന് സംസാരിച്ചപ്പോൾ കേട്ട ശബ്ദം അവൻ്റേതായിരിക്കണമെന്നൊക്കെ പറയുക കേട്ടോ. ഞാൻ അവനെ കണ്ടു, എന്നെ കണ്ട് അവൻ ഭയം നോടുകയായിരുന്നുവെന്നും പുള്ളിക്കാരി പറയുക. എത്രയും പെട്ടെന്ന് എനിക്ക് അറിയണം ഞാൻ അവനെ ഏൽപ്പിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് അവിടെ അവരെല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുക, ഭൂമി, അച്ഛനും അമ്മയും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചുവേട്ടൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊന്നും അല്ല. അപ്പോഴത്തേക്കും ഭൂമി അച്ഛാ എന്നും പറഞ്ഞൊരു വിളി. അച്ഛനിത് ഏത് ലോകത്താന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇവിടെയൊന്നും അല്ല കേട്ടോ, അമ്മ പറഞ്ഞതെല്ലാം കേട്ടോ, അച്ഛൻ കഞ്ഞിയാണെന്ന്. ആണോ? അതെ എന്ന് അച്ചുവേട്ടൻ പറയുക. അപ്പോൾ അവരിരുന്ന് ചിരിക്കുന്നു. ആണോ മോള് പറഞ്ഞു എന്ന് അച്ചുവേട്ടൻ. എൻ്റെ പൊന്നെ, ഒരിക്കലും അല്ല, ഇങ്ങനെ ഒരച്ഛൻ എന്നും പറഞ്ഞ് ഭൂമി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഇവർ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഞ്ഞി വാരി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അംബികെ, കഞ്ഞിക്ക് പപ്പടത്തിൻ്റെ കുറവുണ്ട് കേട്ടോ എന്നിങ്ങനെ അദ്ദേഹം പറയുന്നു. കഞ്ഞി പയറ് പപ്പടം, അതാണ് കോമ്പിനേഷൻ. പപ്പടം ഇല്ലാതെ കഞ്ഞി കുടിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ അത് മോള് പറഞ്ഞ് ശരിയാന്ന് അച്ഛൻ. പക്ഷേ കഞ്ഞി പപ്പടം കൂട്ടി കഴിച്ചാൽ നല്ല സ്വാദാ, വലിയ സ്വാദാണെന്ന് അച്ചുവേട്ടൻ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഭൂമി ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചുവേട്ടൻ എല്ലാത്തിനും മൂളി നിൽക്കുകയല്ലേ. അപ്പോൾ ഡേഡി കഞ്ഞി കുറച്ചുകൂടെ കുടിക്കാൻ പറഞ്ഞു. ഭൂമി കഞ്ഞി മതിയാക്കി. ഇപ്പം എനിക്ക് വേണ്ടമ്മേ, മതിയെന്ന് പറഞ്ഞു. ഇനിയും കഴിച്ചാൽ എൻ്റെ ഉറക്കം ഓടിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പോട്ടെന്നേ, അതോട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങിക്കൊള്ളാമെന്ന് അച്ചുവേട്ടൻ പറയുന്നു. അന്നേരം അത് വേണ്ട, ഇതിൽ കൂടുതൽ ഉറങ്ങിയാലേ ബുദ്ധി കുറയുമെന്ന് അമ്മ അന്നേരം പറഞ്ഞു. അതിപ്പോഴും അച്ഛന് കുറവാണല്ലോ നമ്മുടെ ഭൂമി. അപ്പം അമ്മയും മോളും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പം, എടീ നിന്നെ കെട്ടിയപ്പം മുതലാടി എൻ്റെ ബുദ്ധി പോയി തുടങ്ങിയതെന്ന് അച്ചുവേട്ടൻ്റെ ഒരു ഡയലോഗ്. അതെ ചിരിച്ചുകൊണ്ടിരുന്ന ഓരോ രോഗവും വരത്തില്ലെന്നാ നിൻ്റെ അമ്മ പറയുന്നത്. അതല്ലേ എനിക്കൊരു രോഗവും വരാത്തത് ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ചുവേട്ടൻ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമിക്ക് സങ്കടമായി. എന്നാൽ പിന്നെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നോ, വേണമെങ്കിൽ കുറച്ച് ചിരി എടുത്ത് കഞ്ഞിയിലോട്ട് ഇട്ടിട്ട് തരാമെന്ന് അംബിക. അതെ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കാം. സൗഭാഗ്യപുരത്തെ വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മോളോട് പറയുമ്പോഴത്തേക്കും അച്ചുവേട്ടൻ്റെ മുഖം അങ്ങ് വാടി. അവിടെ ചെന്നപ്പോൾ ആ വീട് നേരത്തെ കണ്ടതുപോലെയാണെന്ന് മോള് പറഞ്ഞില്ലേ, വീടിൻ്റെ അകമൊക്കെ എങ്ങനെയാ, അപ്പോൾ അത് കണ്ട ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും തൻ്റെ ഉള്ളിലുള്ള ചില ഇതൊക്കെ ഇങ്ങനെ ഭൂമി പറയുമ്പം, നിനക്ക് വേറെ പണിയൊന്നുമില്ല അംബികയെന്ന് അച്ചുവേട്ടൻ ചോദിക്കുക. അങ്ങനെ നമ്മുടെ അച്ചുവേട്ടൻ ആ ഒരു വിഷയത്തിൽ നിന്നും മാറിക്കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെ നമ്മുടെ
കോഫി ഹൗസിലെ കാര്യങ്ങളും ഇതൊക്കെ അച്ഛൻ ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുക കേട്ടോ, കാരണം വിഷയം മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മതി സംസാരമൊക്കെ, എൻ്റെ മോള് പോയി കിടന്നുറങ്ങുക, രാവിലെ കോഫി ഹൗസിൽ പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണു. അദ്ദേഹത്തിനാണെങ്കിൽ ഉള്ളിൽ ആകെ ഒരു പേടി. അദ്ദേഹം ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. അദ്ദേഹം എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇനി അമ്മ അച്ഛനെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അതും ഇതൊന്നും പറയണ്ട കേട്ടോ, അതും ഇതും പറഞ്ഞ് അച്ഛനെ വേദനിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇല്ലെന്നേ, ഞാനൊന്നും പറയാനില്ല എന്ന് അമ്മ. അങ്ങനെ രണ്ടുപേരും കൂടെ കഞ്ഞിയും കുടിച്ച് അങ്ങ് എഴുന്നേറ്റ് പോയി. പക്ഷേ ഭൂമിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഭൂമിയാണെങ്കിൽ ആകെ വല്ലാതെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അവിടെ സൗഭാഗ്യപുരത്തൊരു മുതൽ കുടിച്ച് വെളിവില്ലാതെ ഇങ്ങനെ ഇരിക്കുവാണ്. കിട്ടണെല്ലാം ഇങ്ങനെ ബ്രാൻഡിയൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ അജയുടെ മുറപ്പെണ്ണ്. അപ്പോൾ ഭൂമിയോട് ഭയങ്കര കലിപ്പ് അവൾക്ക്. വീട്ടില്ല ഞാൻ അവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അതേ തല്ലിയ കാര്യമൊക്കെ ചേച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കവളത്തിങ്ങനെ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആരാണെന്ന് അവൾ കരുതിയതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെയും കുടിക്കുന്നു. അങ്ങനെ അതും ഇതെല്ലാം പറയുന്നു. അപ്പോഴത്തേക്ക് അമ്മ കയറി വന്നു. അപ്പം മോളിരുന്ന് കുടിക്കുന്നത് കണ്ടിട്ട്, അഞ്ജന ഇത് നീ എന്താ കാണിക്കുന്നേ, എന്താ നീ കാണിക്കുന്നതെന്ന്, നിനക്ക് എന്നാ ഡൽഹിയിൽ പോയിട്ട് ഈ ശീലം കൂടി തുടങ്ങിയോന്ന് അമ്മ മോളോട് ചോദിക്കുക. മോള് ലെവലിലൊന്നും അല്ല നിൽക്കുന്നത്. അപ്പോൾ എന്താ നിനക്ക് സംഭവിച്ചത്? അപ്പോൾ ഷടാപ്പ് എന്ന് പറഞ്ഞ് അമ്മയോട് ഒച്ച വെച്ചു. നോക്കുമോളെ, നമ്മൾ ആഗ്രഹിച്ച വിവാഹം അത് ഫിക്സായി. അജയ് നിനക്ക് സ്വന്തമായിരിക്കാമെന്ന് പറയുമ്പം അവനും കള്ളനാണെന്നും അത് അവൻ ആക്ട് ചെയ്യുന്ന അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ ആരുടെ കാര്യം ഈ പറയണേന്ന് ചോദിച്ചു. ആ സ്ട്രീറ്റ് ഗേളില്ലേ ഭൂമിയോ, അവള് തന്നെ, അവളുമായിട്ട് അജയ് ഇഷ്ടമാണ്. ഈ മുത്തശ്ശി അവളെ താലോലിക്കുന്നു. എന്താ ആ കിളവിയുടെ ആരോ അതെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഒച്ച വയ്ക്കുമ്പോഴത്തേക്ക് അമ്മ കയറി വാ പൊത്തി പിടിക്കാം അവളുടെ. പിന്നെ അപ്പച്ചിയുടെ ശർക്കരപ്പായസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത്. അപ്പോൾ എന്താ സ്നേഹം മോളെ, അങ്ങനെയൊന്നും ഇല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ, അങ്ങനെ ഓരോന്നും പറഞ്ഞ കൂട്ടത്തിൽ ഭൂമി ഇവളെ തല്ലിയ കാര്യം അഞ്ജന പറഞ്ഞു. അത് കണ്ടു വന്നിട്ടും അജയ് ഒരു അക്ഷരം മിണ്ടിയില്ല എന്നും പറഞ്ഞു. അവൾ ഇനി ഈ വീട്ടിൽ വന്നാ കൊന്ന് കളയും ഞാനെന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക. പറഞ്ഞു മോള് ദേ കിടക്കുന്നു. ഗ്ലാസ്സൊക്കെ വലിച്ചെറിഞ്ഞ് ശബ്ദമൊക്കെ ഒച്ചയായി. അപ്പോഴേക്കും ബോധം കെട്ട് ദേ കിടക്കണം. ആ ഒച്ചയും ശബ്ദവും കേട്ടുകൊണ്ടാണ് നമ്മുടെ സൗഭാഗ്യവതി അമ്മയും മക്കളും കയറി വരുന്നത്. അപ്പോൾ മാധവനും ഭാര്യയും മുത്തശ്ശിയും കൂടെ കയറി വന്നപ്പോൾ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന അഞ്ജനയാണ് കണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഞെട്ടി. അതുപോലെ കുപ്പിയും എല്ലാം കണ്ടു. അല്ല ഭവാനിയുടെ മോള എന്ന് തൊട്ടാ ഈ ശീലമൊക്കെ പഠിച്ചു തുടങ്ങിയതെന്ന് മുത്തശ്ശി ചോദിക്കും കേട്ടോ. അപ്പോൾ മാധവനെല്ലാം അന്തം വിട്ട് നോക്കുക. ഇത് പഠിക്കാൻ വേണ്ടിയാണോ അവൾ അവിടം വരെ കെട്ടിയെടുത്തതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അറിയില്ലമ്മേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് ഭവാനി പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാം അമ്മയെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ നോക്കാവുന്നു. നീ ഇവളെ വളർത്തിയതിൻ്റെ ദോഷമാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും നീ തന്നെ അനുഭവിക്കണമെന്നും പറയുന്നു. നിനക്കും മോൾക്കും ഈ വീട്ടിലൊരു അവകാശം ഇല്ല എന്നുള്ളൊരു തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിയാ ഇവളെ അജയ്യെ കൊണ്ട് കെട്ടിക്കാമെന്ന് പോലും ഞാൻ തീരുമാനിച്ചതെന്നുള്ള കാര്യവും മുത്തശ്ശി പറയുന്നു. നാളെ എൻ്റെ കൊച്ചുമോൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കില്ലേ, എൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ മുത്തശ്ശി ഇതുപോലൊരു പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതെന്ന് അവനെന്നോട് ചോദിക്കത്തില്ലേന്ന് ചോദിച്ചു. എന്ത് മറുപടി അടി ഞാൻ അവനോട് പറയേണ്ടത്? പറ ഭവാനി, പറയാൻ പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കുക ഭവാനി. ഈ വിവാഹം വേണോ വേണ്ടോ എന്ന് എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരുമെന്ന് മുത്തശ്ശി അന്നേരത്തേക്കും അങ്ങ് പറഞ്ഞു. ദേ കിടക്കുന്നു ഭവാനിയുടെ മോളുടെ എല്ലാ പ്ലാനുകളും. ദേ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുത്തശ്ശി തീരുമാനിച്ചു കേൾക്കാം. മാധവൻ ഈ മദ്യം നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ ഇവിടെ നീ ചോദിക്കുമ്പോൾ അയ്യോ അല്ല അമ്മേ, വേണമെങ്കിൽ പോയിടത്തങ്ങ് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം മോനിങ്ങനെ നോക്കുക. പക്ഷേ ഈ വീടിൻ്റെ പുറത്തേക്ക് പോകുന്ന ഗേറ്റ് അറിയാമല്ലോ, അത് തുറന്ന് കിടപ്പുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി. ഭവാനിയുടെ പ്ലാനെല്ലാം പൊളിഞ്ഞിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുനാളിൽ ഒരമ്മയും കുഞ്ഞും ആ സൗഭാഗ്യപുരത്ത് ഇങ്ങനെ കളിച്ചും ചിരിച്ചും കുഞ്ഞിനെ ഉറക്കിയും ഒക്കെ ഇങ്ങനെ ഒരിത്, ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഭൂമി സ്വപ്നത്തിൽ കാണുക. പെട്ടെന്ന് ഭൂമി ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ഭൂമിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിപ്പോയി. എന്താ ഞാൻ ഈ കണ്ടത്, എന്താ ഇങ്ങനെ, ഒരുപക്ഷെ ഞാൻ അജയ് സാറിനോട് അങ്ങനെയൊക്കെ ചോദിച്ചത് കൊണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭൂമി ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഭൂമിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇത്. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴും മോള് നല്ല ഉറക്കാം. അമ്മ ചെന്ന് മോളെ തട്ടി എഴുന്നേൽപ്പിച്ചു. മോളാണ് ഇന്നലെ നടന്നൊന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ചെന്ന് അമ്മ എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും കൂട്ടത്ത് ചെവിക്കല് തീർത്തൊരൊറ്റ ഒരെണ്ണം. അമ്മേ എന്നും പറഞ്ഞൊരു വിളി.
ഞാൻ തീർത്തെടുത്ത സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് നീ തകർത്തില്ലേ എന്ന് ഭവാനി ചോദിക്കുക. ഇന്നലെ എന്ത് ഷോ ആയിരുന്നെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഇങ്ങനെ ആലോചിക്കുക, ഒന്നും കിട്ടുന്നില്ല, പുള്ളിക്കാരിക്കൊന്നും കിട്ടണില്ല, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഈ വീട്ടിലെ സർവാധികാരിയായ മുത്തശ്ശിയും മറ്റ് വിധേയ കുടുംബവും നിന്നെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചതാണെന്നും എല്ലാം നല്ല വാക്കുകളാണ് പറഞ്ഞതെന്നും സ്നേഹം, ലാളന ഒന്നും നീ ഓർക്കുന്നില്ലല്ലേ എന്നൊക്കെ ചോദിക്കുക അമ്മ മോളോട്. അങ്ങനെ അവിടെ ഇരുന്ന കുപ്പിയും കാര്യങ്ങളെല്ലാം കാണിച്ചു. ഇത് വല്ലപ്പോഴും ഉള്ളോ അതോ സ്ഥിരമായിട്ട് നിൻ്റെ കൂടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. മകൾക്കും എല്ലാം പറയാനുണ്ടോ, ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക. ആ ചായക്കടക്കാരി എന്നെ ഇൻസൾട്ട് ചെയ്തു, അവൾ എന്നെ തല്ലി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോൾ അതിന് മദ്യം വാങ്ങി മോന്തിയപ്പോൾ അതിന് പരിഹാരമായോ എന്ന് അമ്മ മോളോട് ചോദിക്കുക. മദ്യപിച്ചപ്പോൾ നിന്റെ ബോധമാണ് പോയത്, അവളുടെ അല്ല എന്നും ഭവാനി അഞ്ജനയോട് പറയണം. അങ്ങനെ സംഭവിച്ചെങ്കിൽ തിരിച്ചൊരെണ്ണം കൊടുക്കുകയായിരുന്നു വേണ്ടത്, പകരം സ്വയം നശിക്കല്ലേ നീ ചെയ്തത്. ഇങ്ങനെയുള്ള പല ജീവികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ടെൻഷൻ വരുമ്പോൾ മദ്യം, സന്തോഷം വരുമ്പോൾ മദ്യം, ജന്മദിനത്തിലും മദ്യം. ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് കൂടിയുണ്ട്, മരണ വീട്ടിലും മദ്യം വിളമ്പൽ. അപ്പോൾ സോറി അമ്മ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നലെ രാത്രിയിലേ നിന്റെ തിരയും തെയ്യും ഒക്കെ മുത്തശ്ശി കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ അമ്മോ, മുത്തശ്ശി എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ വളർത്തിയതിൽ എന്നെ അങ്ങ് ആദരിച്ചു, പ്രശസ്തി പത്രവും ശില്പവും പിന്നെ ഒരു ആദരവും കൂടി ഉണ്ടായിരുന്നു. അജയുമായുള്ള നിന്റെ വിവാഹം പുനഃപരിശോധിക്കൽ. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അന്തം വെട്ടിങ്ങി നിൽക്കുക. പുനഃപരിശോധിക്കുന്നെന്ന് പറഞ്ഞാൽ വിവാഹം വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന്. അമ്മേ, എടുത്ത തീരുമാനം റദ്ദാക്കിയെന്ന്. അപ്പോൾ അമ്മ, ഞാൻ പോയി മുത്തശ്ശിയോട് മാപ്പ് പറയാം അമ്മ എന്ന് പറയുമ്പം എൻ്റെ മോള് വേഗം നിങ്ങൾ ചെല്ല് മാപ്പ് പറയാൻ. പുറത്തേക്കുള്ള വഴി മുത്തശ്ശി എന്നെ നിനക്ക് ആദ്യം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അമ്മ സംഭവിച്ചു പോയമ്മേ. ഇനി അതിനുള്ള റെമഡി എന്താന്ന് ചോദിക്കുമ്പം നീ ഭൂമിയോടാണോ യുദ്ധം ചെയ്യുന്നത്? നിന്നോട് എന്താ ഞാൻ പറഞ്ഞിരുന്നേ? യുദ്ധം ഈ വീടും ഈ വീട്ടിലെ സൗഭാഗ്യങ്ങളും നേടാനാണെന്ന്. അതിൻ്റെ ഉദ്ഘാടനം നിന്റെ വിവാഹം നശിപ്പിച്ചില്ലേ നീ? ആദ്യ ചുവട് തന്നെ പിഴച്ചില്ലേ എന്നും ചോദിച്ച് പറയുമ്പം ഈ വിവാഹം നടത്തണം അമ്മേ, നടത്തിയെടുക്കണം. അജയ് എൻ്റെ കാൽ ചുവട്ടിൽ വേണമെന്ന് ചേച്ചി പറയാം. അമ്മ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാം അമ്മയെന്നായി. പിന്നെ അങ്ങനെ അമ്മയും മോളും കൂടെ പ്ലാനുകൾ ഒരുപാട് അടുത്തത് കൂട്ടാൻ നോക്കുക. നീ കുളിച്ച് വേഗം ഫ്രഷായിട്ട് വാ, നമുക്കൊരിടം വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് പോകേണ്ടത്? ചോദ്യങ്ങൾ വേണ്ട, അനുസരണ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അമ്മയും മോളും കൂടി അടുത്ത നൂലാമാലകൾ ഒപ്പിക്കാനും ഇവരുടെ കണ്ണിൽ പൊടിയിടാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ഇനി നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കണ്ണി പൊടിയിടാൻ വേണ്ടി കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കൽ, അത് വിളിച്ച് എല്ലാവരെയും കാണിക്കലായി. അങ്ങനെ ഒരുപാട് കടമകൾ ഇനിയും അമ്മയ്ക്കും മകൾക്കും കടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.